Hello everyone, welcome to my another video. Hope you guys are doing well. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ ഒരു വീഡിയോ ഇടുന്നത്. ഇപ്പോൾ മോഡൽ എക്സാമിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നെക്സ്റ്റ് മോഡൽ എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷന് സൺഡേ തന്നെ സ്റ്റാർട്ട് ചെയ്തു. പൊതുവെ ഞാൻ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാറില്ല. സൺഡേ ഇച്ചിരി റെസ്റ്റൊക്കെ എടുത്തിട്ട് മൺഡേ ആണ് സ്റ്റാർട്ട് ആകാറ്. ഇതിപ്പോൾ നേരത്തെ സൺഡേ സ്റ്റാർട്ട് ചെയ്തു. കാരണം ഞാൻ വീക്കിലി എക്സാമിന് വേണ്ടിയിട്ട് മൂവിങ് ചാർജസ് പഠിച്ചിട്ടുണ്ടായില്ലായിരുന്നു. ആ ചാപ്റ്റർ തന്നെ മോഡൽ എക്സാമിനുള്ളതുകൊണ്ട് ആ ഒരു മോഡൽ എക്സാമിൻ്റെ വീക്കിൽ പഠിക്കാൻ വേണ്ടി നിൽക്കണേ. കാരണം എനിക്ക് പെൻഡിങ് ഉള്ളതും കൂടെ ഞാൻ അതിൻ്റെ അടുത്ത് തീർത്തുകൊണ്ട് എനിക്ക് പഠിക്കാൻ ടൈം കിട്ടിയില്ലായിരുന്നു ഫിസിക്സിന്. അങ്ങനെ ഞാനിപ്പോൾ ഫിസിക്സ് മൂവിങ് ചാർജസിൻ്റെ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ ഒരു 8-9 മണിയായപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 12 മണിയൊക്കെ ആയപ്പോഴേക്കും തീർന്ന്. 2 കണ്ട് തീർത്ത് ഫുൾ നോട്ട്സൊക്കെ എഴുതിയെടുത്ത്. അപ്പം ഞാൻ 4 ക്ലാസ് ആട്ടോ ഈ ഒരു 3 hours കണ്ടു തീർത്തേ. അങ്ങനെ ഞാനിപ്പോൾ കണ്ടത് ഈ ഇയറിലെ ക്ലാസ് ഞാൻ കണ്ടില്ല. ഞാൻ കഴിഞ്ഞ ഇയറിൽ നമ്മുടെ ലേണിംഗ് ആപ്പിൽ കിടന്ന ഒരു ക്ലാസ്സാണ് കണ്ടത്. സാറിൻ്റെ പേര് എനിക്കറിയില്ല. ഞാൻ ഈ ക്ലാസ് കണ്ടപ്പോൾ എനിക്ക് കുറച്ചും കൂടെ മനസ്സിലായോ, കുറച്ചും കൂടെ കോൺസെപ്റ്റൊക്കെ പിടികിട്ടി. മറ്റേ ക്ലാസ് മനസ്സിലായില്ലെന്നല്ല, എനിക്കൊന്നും ഞാൻ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണെന്ന് ലൈവിൽ അത്ര ശ്രദ്ധിച്ചില്ല. അപ്പോൾ ഐ തോട്ട് ഇങ്ങനെ റെക്കോർഡഡ് കാണാമല്ലോ, അതുകൊണ്ട് റെക്കോർഡഡ് കണ്ടു. അങ്ങനെ നോട്ട്സൊക്കെ കഴിഞ്ഞു. അതിനുശേഷം ഞാൻ പിറ്റേ ദിവസമാണ് കേട്ടോ അടുത്ത ഇതെടുത്ത്. പിന്നെ 12 മണിയായപ്പോൾ ഉറങ്ങി. അതിന് പിറ്റേ ദിവസം മോർണിംഗ് ഇച്ചിരി വഴുകിപ്പോയി, ലേറ്റായിട്ടാണ് എണീറ്റ്. അങ്ങനെ മോർണിംഗ് പിന്നെ ഫിസിക്സ് തന്നെ, കാരണം ഇത് കുറേ പാർട്ടുണ്ടല്ലോ. അപ്പോൾ അത് ഫുൾ തീർക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഫിസിക്സ് തന്നെ എടുത്തു. അപ്പോൾ അതോടെ മോർണിംഗോടെ ഫിസിക്സ് ബാക്കി 2 പാർട്ട് കൂടെ കണ്ടിട്ട് അത് ഫുള്ള് തീർത്തു. പിന്നെ അതിനകത്ത് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ എനിക്ക് ടൈം ഉണ്ടായില്ലായിരുന്നു. പിന്നെ ഞാൻ ഈ എഴുതിയതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു, ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് മനസ്സിലിങ്ങനെ ഇതാക്കി വെച്ചു. അപ്പം ഞാൻ കരുതി ബാക്കിയുള്ള ക്ലാസ്സസും ഇന്നത്തെ ടു ഡു ലിസ്റ്റിൽ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന എല്ലാം കണ്ടതിന് ശേഷം ബാക്കിയും കൂടെ ക്വസ്റ്റ്യൻസ് ചെയ്ത് തീർക്കാമെന്ന്. കഴിഞ്ഞ വീക്കിൽ ഞാൻ ഒരു 40 ക്വസ്റ്റ്യൻസ് എന്തോ ചെയ്തായിരുന്നു. പക്ഷെ അത് ഞാൻ അത്രയും മനസ്സിലാക്കിയല്ലായിരുന്നു ചെയ്ത്. കുറേയൊക്കെ ഞാൻ കിട്ടാതെ വന്നപ്പോഴേക്കും ഞാൻ നോക്കിയാണ് ചെയ്തത്. അപ്പോൾ ഐ തിങ്ക് ഈ വീക്കിൽ സെറ്റ് ചെയ്തെടുക്കണം എന്ന് വിചാരിച്ചു ഈ ചാപ്റ്റർ. ലാസ്റ്റത്തെ 2 പാർട്സ് മോർ ദാൻ 2 hours ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ ക്വസ്റ്റ്യൻ ഡിസ്കഷനും കൂടെ ആയതുകൊണ്ട് കുറച്ച് ടൈം എടുത്തു. പോസ് ചെയ്താണ് ഞാൻ കുറച്ചൊക്കെ കണ്ടു തീർത്ത്. തിയറിയൊക്കെ 2x കണ്ടെങ്കിലും ക്വസ്റ്റ്യൻ ഡിസ്കഷൻ 2x കണ്ടത്. പക്ഷേ പോസ് ചെയ്താണ് ഞാനെല്ലാം എഴുതിയെടുത്ത് മനസ്സിലാക്കിയല്ല ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളും ക്ലാസ്സിൻ്റെ കൂടെ തന്നെ സാറ് പറയുന്ന ക്വസ്റ്റ്യൻസൊക്കെ എഴുതിയെടുക്കാൻ ശ്രമിക്കണം. കാരണം ആ ക്വസ്റ്റ്യൻസിൽ തന്നെ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യാനുള്ളൊരു കോൺസെപ്റ്റ് കിട്ടും. പിന്നെ നമ്മൾ സ്വന്തമായിട്ടൊരു പ്ലാൻ സെറ്റ് ചെയ്തിട്ട് അതങ്ങ് ചെയ്ത് തീർത്താൽ മതി. അപ്പോൾ തന്നെ നമുക്ക് ഈ ചാപ്റ്റർ ബിൽഡ് ചെയ്യാൻ പറ്റും. ഈ ചാപ്റ്റർ പൊതുവെ എല്ലാവർക്കും ടഫാണെന്നാണ് പറയുന്നത്. ഞാൻ ക്വസ്റ്റ്യൻസ് ചെയ്തപ്പോൾ എനിക്കങ്ങനെ കിട്ടലൊന്നും ഉണ്ടായില്ല. പിന്നെ ട്രൈ ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഫിസിക്സ് രാവിലെ ഒരു 10 o'clock ആയപ്പോഴേനും ഫിസിക്സ് കഴിഞ്ഞു. ഞാൻ മോർണിംഗ് ലേറ്റായിട്ടാണ് എണീറ്റ്, അതുകൊണ്ട് ആ ടൈമായപ്പോൾ കഴിഞ്ഞു. ദെൻ ഞാൻ പിന്നെ കെമിസ്ട്രി ആണ് എടുത്ത്. ഓർഗാനിക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ +2 ഫസ്റ്റ് ചാപ്റ്റർ ഓർഗാനിക് വരുന്ന ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അരെയിൻസ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഫസ്റ്റ് പാർട്ട് തന്നെയാണ്, കാരണം ഈ വീക്കിലെ ടോപ്പിക്കാണ് ഈ ചാപ്റ്റർ. അപ്പോൾ അങ്ങനെ നോട്ട്സ് എഴുതാനുള്ളതെല്ലാം നോക്കി. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഓർഗാനിക് ആണെങ്കിലും ഇൻഓർഗാനിക് ആണെങ്കിലും ഷോർട്ട് നോട്ട് മസ്റ്റാണ് കേട്ടോ. കാരണം നമ്മൾക്ക് ഇപ്പോൾ എഴുതിയെടുത്താൽ അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ലാസ്റ്റ് ടൈമൊക്കെ ആകുമ്പോഴേക്കും നമ്മൾക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് വിട്ടാൽ മതി. മോക്ക് ടെസ്റ്റൊക്കെ അടുപ്പിച്ച് വരുമ്പോൾ നമ്മൾക്ക് എല്ലാം കൊണ്ടും യൂസ്ഫുൾ ആവുന്ന രീതിയിൽ നമ്മൾ ഷോർട്ട് നോട്ട് എഴുതണം. നമ്മൾക്ക് ആരുടെ ഷോർട്ട് നോട്ട് ഉണ്ടായെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മൾ സ്വന്തമായിട്ട് ഷോർട്ട് നോട്ട് ഉണ്ടാക്കിയാൽ അത് നല്ല യൂസ്ഫുൾ ആയിരിക്കും.
അപ്പോൾ പിന്നെയാണ് ഞാൻ ശ്രദ്ധിച്ചത്, കഴിഞ്ഞ ഇയറിൽ ഞാൻ കുറേ നോട്ട്സ് പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായി. ഇതൊക്കെ ഈ ഇയറിലെ നോട്ട്സാണ്. പിന്നെ അപ്പോൾ കഴിഞ്ഞ ഇയറിൽ ഞാൻ നോട്ട് എഴുതത്തില്ലെങ്കിലും പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നോട്ട് നോക്കിയപ്പോൾ ഓർഗാനിക്കിൻ്റെ എല്ലാ നോട്ടും കിട്ടി. പിന്നെ നമ്മൾ കഴിഞ്ഞ മോഡൽ എക്സാംസിൻ്റെയൊക്കെ ഷെഡ്യൂളും കുറേ ഫോർമുല ബുക്കൊക്കെ ഫെയിലിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഞാൻ ഈ ഇയർ യൂസ് ചെയ്തിട്ടില്ല. ഈ ഇയർ ഞാൻ പുതിയതാണ് ഞാൻ ഉണ്ടാക്കിയത്. കാരണം എനിക്ക് കഴിഞ്ഞ ഇയർ എന്ന് പറഞ്ഞാൽ ഞാൻ കോപ്പി പേസ്റ്റ് അടിച്ച് വെച്ചേക്കണമായിരുന്നു. ഞാൻ സ്വന്തമായിട്ട് എഴുതിയതാണ്, പക്ഷേ എന്നാലും ഞാൻ എവിടെയെങ്കിലും നോക്കിയിട്ടാണ് എഴുതുന്നത്. അപ്പം ഞാൻ ഓർഗാനിക് നോട്ട് കീപ്പ് ചെയ്യുമ്പോൾ ഞാൻ മെയിൻലി എടുക്കുന്ന കുറേ കളർ സ്കെച്ചസ് യൂസ് ചെയ്തിട്ട് അതിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കും. അതാവുമ്പോൾ നമ്മൾക്ക് വേണ്ടപ്പെട്ട പോയിൻറ്റ്സൊക്കെ നമ്മൾക്ക് പ്രത്യേകം അറിയാൻ പറ്റും. അപ്പോൾ റിവിഷൻ ടൈം ആകുമ്പോൾ ജസ്റ്റ് അതൊന്ന് നോക്കിപ്പോയാൽ മതി. നമ്മൾ മനസ്സിൽ നമ്മൾ ആ വരച്ചതൊക്കെ ഇങ്ങനെ വരും. എനിക്കൊക്കെ അങ്ങനെയാണല്ലോ ഞാനിങ്ങനെ ഓർത്തെടുക്കുന്നത്. പിന്നെ ഇനോർഗാനിക്കൊക്കെ ആണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ വീക്കിൽ കോർഡിനേഷൻ കോമ്പൗണ്ടാണ്. ഐ തിങ്ക് ഞാൻ മറ്റേ NCERT വായിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറേ കൂടി യൂസ്ഫുള്ളായിട്ട് തോന്നി. കാരണം NCERT വായിച്ചപ്പോൾ എൻ്റെ സ്കോർ ഒന്നുകൂടി ഇമ്പ്രൂവ് ആയി കെമിസ്ട്രിയിൽ. അപ്പോൾ നിങ്ങളും NCERT ഓഡിയോ ബുക്ക് വെച്ച് വായിച്ച് നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് വായിക്കാൻ പറ്റും, കോൺസെൻട്രേറ്റ് ചെയ്ത് വായിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ വായിക്കുക. ഓക്കെ, അങ്ങനെ എൻ്റെ കെമിസ്ട്രി ക്ലാസ് കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ എൻ്റെ എഴുതിയെടുത്ത നോട്ട്സ്. അതിനുശേഷം ഞാൻ പിന്നെ കണ്ടത് ജെനറ്റിക്സ് ക്ലാസ് ആയിരുന്നു കഴിഞ്ഞ. ജെനറ്റിക്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു പേടിയായിട്ടുള്ളൊരു ഏരിയ ആണ്. മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസിനും അങ്ങനെയാണ്. അപ്പോൾ ഞാൻ നോട്ട്സ് എല്ലാം പ്രിപ്പയർ ചെയ്തിട്ടോ ജെനറ്റിക്സിന്. കാരണം ഞാൻ ബയോളജിയിൽ നോട്ട്സ് ഒന്നും എഴുതാത്ത ആളാണ്. ബട്ട് എനിക്കിത് കണ്ടപ്പോൾ എന്തോ കുറേ ഉള്ള പോലെ തോന്നിയുകൊണ്ടാണ് ഞാൻ നോട്ട്സൊക്കെ എഴുതിയെടുത്തത്. അതിനുശേഷം ഞാൻ ഒന്നുകൂടെ ഞാൻ ആ ജെനറ്റിക്സിൻ്റെ ക്ലാസ് യൂട്യൂബിൽ പോയിട്ട് സൈലത്തിൻ്റെ കണ്ടു. ജസ്റ്റ് ഒരു റിവിഷൻ എന്ന കണക്ക്. ഇപ്പോൾ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ് എഴുതുമ്പോൾ കിട്ടാതെ പോയ പോയിൻറ്റ്സൊക്കെ ഞാൻ ഇതിൽ നോക്കിയിട്ട് ഇങ്ങനെ എഴുതിയെടുത്തു. അങ്ങനെ ഇതിൽ നിന്നും കുറേ ബിൽഡ് ചെയ്തു. കുറേ സാറ് നല്ല രീതിയിൽ പറയുന്നുണ്ട്. ഞാനപ്പോൾ ആരുടെയെങ്കിലും ക്ലാസ് യൂട്യൂബിൽ പോയി കാണും. ഇങ്ങനെ സൈലം അങ്ങനെയൊന്നുമില്ല. ഞാൻ ആരുടെ ക്ലാസ് ആണെങ്കിലും പോയി കാണും, നല്ലത് ഏതാണോ അങ്ങനെ നോക്കിയിട്ട്. ഇതെന്നെ നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആക്കും കേട്ടോ. ക്ലാസ് കണ്ട് കയറിയപ്പോൾ തന്നെ ഈവനിങ് ആയി. പിന്നെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് കുളിച്ച് വന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 7 o'clock ആയപ്പോഴേനും അടുത്ത ക്ലാസ്സിലിരുന്നു. അതും ഇതിൻ്റെ തന്നെ കണ്ടിന്യൂഷനാണ്. കാരണം കുറച്ച് ഞാൻ അതിനകത്ത് കാണാനുണ്ടായിരുന്നു. അങ്ങനെ ഈ ക്ലാസ് കണ്ട് കയർത്തു. അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസാണ് പറയുന്നത്. അങ്ങനെ ഒരു 8-9 o'clock വരെയൊക്കെ കണ്ട് ജെനറ്റിക്സ് കംപ്ലീറ്റ് ആയി. ഇന്നത്തെ ഡേ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. ഞാൻ നല്ല പ്രൊഡക്റ്റീവ് ആയിരുന്നു. അത്യാവശ്യം ക്ലാസ്സൊക്കെ കണ്ടു. പിന്നെ നോട്ട്സ് എല്ലാം എഴുതിയെടുത്തു. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയല്ല, ഇടയ്ക്കൊക്കെ മാത്രമേ ഇങ്ങനെയുള്ളൂ പ്രൊഡക്റ്റീവാണ്. അല്ലാത്ത ഡേ ഒക്കെ ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ക്ലാസ്സിൻ്റെ ഇടയിൽ എണീറ്റ് പോകും. നോട്ട്സ് ഒന്നും എഴുതാറൊന്നും ഇല്ലായിരിക്കും. അപ്പം അതിനനുസരിച്ചുള്ള മാർക്കും എനിക്ക് വീക്കിലി എക്സാമിന് കിട്ടാറുണ്ട്. അത് വേറെ കാര്യം. ഞാനിപ്പോൾ ഈ കഴിഞ്ഞ മന്തും തൊട്ടിട്ട് ഇപ്പോൾ ഫുൾ ഓഫ്ലൈൻ എക്സാമായിട്ടാണ് ഈ മോക്ക് ടെസ്റ്റ് ചെയ്താറ്. അത് നല്ല ഹെൽപ്ഫുള്ളാണ്. നമുക്ക് ഓൺലൈനിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. എല്ലാവരും അങ്ങനെ ട്രൈ ആക്കണേ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ്. ഇനി ഇതിനും കൂടുതൽ പ്രൊഡക്റ്റീവ് ആവുന്നതും കുറേ കൂടെ ഉഴപ്പുന്നതും എല്ലാ വീഡിയോസും വരാനിരിപ്പുണ്ട്. പിന്നെ അതിനൊന്നും ടൈം കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യാത്തത്. പിന്നെ ഞാൻ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഡു ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ.